ഹലോ, അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം നമ്മളിന്ന് ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിനാവശ്യമായ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെമ്മീനും. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കി, അപ്പം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മുളക് വരട്ടി വെച്ച ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്, എല്ലാം ഏകദേശം ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കി മസാല ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ അതിന് മുന്നേ ഞാൻ നേരത്തെ തന്നെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം ചോറൊക്കെ എല്ലാം സെറ്റായി. അപ്പം നമ്മൾ അടച്ചു വെച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വഴറ്റാം. അതിൻ്റെ ഒരു കളറ് മാറും വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പച്ചമുളക് കൂടി ഇട്ടെടുക്കുന്നുണ്ട്. അതും കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരു 3 തക്കാളിയാണ് എടുത്തത്. 3 തക്കാളിയും 4 ഉള്ളിയും അങ്ങനെയാണ് എടുത്തത്. അപ്പം അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൂടുതൽ എടുക്കാം. നമ്മുടെ അടുത്ത് കുറച്ച് ചെമ്മീൻ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് അതിനിടയ്ക്ക് നമ്മുടെ പാത്രം ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ പാത്രത്തിലേക്കത് മാറ്റി. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബാക്കി പൊടികളൊക്കെ ചേർക്കാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുളക് പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, അല്ലാത്തവരാണെങ്കിൽ ചെറിയ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വഴറ്റുന്നുണ്ട്, ഒന്ന് സെറ്റാവാൻ. അപ്പം നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല. നമ്മളത് ചേർക്കുന്നുണ്ട്. അപ്പം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അത് വഴറ്റുന്നുണ്ട്. ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്നത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇപ്പോൾ ഏകദേശം റെഡിയായി. ചോറ് നേരത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനും അച്ഛനും അമ്മയാണ് കേട്ടോ വീട്ടിലുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് 3 പേർക്കും വേണ്ടിയിട്ട് 3 പാത്രം എടുത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ ചെമ്മീനും അതിൻ്റെ മേലെ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ചെമ്മീൻ ബിരിയാണി വീട്ടിലുണ്ടാക്കുന്നത്. പുറത്തുനിന്നുള്ള ആരുമില്ല കേട്ടോ, നമ്മൾ മാത്രമാണ്. അപ്പം
ഒന്ന് ചെമ്മീൻ കിട്ടിയപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കക്കിരി ഉണ്ടായിരുന്നു, അപ്പോൾ കക്കിരി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി വിതറി. അപ്പം അതൊന്ന് ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അച്ഛനും അമ്മയും കഴിച്ചു. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഞാനും കഴിക്കാൻ തുടങ്ങി. കുഴപ്പമില്ല, അത്യാവശ്യം കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.